Good morning. Surface chemistry ഫസ്റ്റ് പാർട്ട് നമ്മളിപ്പോൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അന്നെടുത്തതിൻ്റെ ബാക്കി ക്ലാസ് ആണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പം അന്ന് നമ്മൾ എന്തായിരുന്നു, ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോത്തം പറഞ്ഞു വെച്ചിരുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാഗ്മിയർ തിയറി ഓഫ് അഡ്സോർപ്ഷൻ. ലാഗ്മിയർ അഡ്സോർപ്ഷൻ ഐസോത്തം ആണ്. 1916 ഐവിങ് ലാഗ്മിയർ ആണ് isotherm for gases adsorbed on solid which retained his name, that is Lagmier adsorption isotherm എന്ന പേരിൽ അറിയപ്പെടുന്നത്. It is an empirical isotherm derived from a proposed kinetic mechanism. Kinetic mechanismത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു derived isotherm ആണ്. It is based on mainly 4 hypotheses. അതിൽ മെയിൻ ആയിട്ട് 4 ഹൈപ്പോത്തസിസുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, the surface of the adsorbent is uniform, that is all the adsorption sites are equal. അപ്പം ആദ്യം പറയുന്നത് എന്താ വെച്ചാല്, surface of a solid to be made up of elementary sites each of which could adsorb one gas molecule. സർഫസിൽ ഒരുപാട് സൈഡ്സ് ഉണ്ട്. ആ സർഫസ് ഓഫ് ദ അഡ്സോർബന്റ് ഈസ് യൂണിഫോം. എല്ലാ സൈറ്റുകളും യൂണിഫോം ആണ്. all the adsorption sites are equal. പിന്നെ പറയുന്നത് adsorbed molecule do not interact. ഒരു സൈറ്റിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള മോളിക്യൂളും തൊട്ടപ്പുറത്തുള്ള സൈറ്റിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള മോളിക്യൂളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. all adsorption occurs through the same mechanism വഴിയാണ് അവിടെ adsorption നടക്കുന്നത്. At the maximum adsorption only a monolayer is formed. എന്ന് പറഞ്ഞാൽ ഓരോ സൈറ്റ് ഓരോ മോളിക്യൂളിനെ മാത്രമേ ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. മോളിക്യൂളിന്റെ പുറത്ത് അടുത്ത മോളിക്യൂൾ വന്ന് അഡ്സോർബ് ചെയ്യുന്നില്ല. അഡ്സോർബെന്റിന്റെ പുറത്ത് അഡ്സോർബേറ്റ് വന്ന് ഒരെണ്ണം നിൽക്കണം. അത് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇത്രയും ഹൈപ്പോത്തസിസുകളാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, there is a dynamic equilibrium exists between adsorbed molecule and the free molecule. അങ്ങനെ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ലാഗ്മിയർ ഐസോതേമിന്റെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. അപ്പൊ നോക്കിയേ, ലാഗ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേം based on different assumptions, one of which is that dynamic equilibrium exists between adsorbed gas molecule and the free gaseous molecule. A എന്ന് പറയുന്നത് ഗ്യാസ് മോളിക്യൂളും M എന്ന് പറയുന്നത് അഡ്സോർബന്റ് സർഫസും. അഡ്സോർബ് ചെയ്ത് AM എന്ന് പറയുന്ന അഡ്സോർബേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. The extent of surface coverage is normally expressed as the fractional coverage theta. Theta എന്ന് പറയുന്നത് number of adsorption sites occupied divided by number of adsorption sites available. അപ്പോൾ ഫ്രാക്ഷൻ തീറ്റയാണ്. ഇനി rate of change of surface coverage due to adsorption is proportional to partial pressure. അഡ്സോർപ്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് പ്രഷറിനോട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. പിന്നെ നമ്പർ ഓഫ് വേക്കൻറ്റ് സൈറ്റിലേക്ക് മാത്രമാണ് ആര് പോവുക, നമ്മളെ അഡ്സോർബേറ്റ് മോളിക്യൂളിന് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുക. അപ്പം നമ്പർ ഓഫ് വേക്കൻറ്റ് സൈറ്റ്സ് എത്ര ഉണ്ട് എന്നുള്ളതും പാർഷ്യൽ പ്രഷർ എന്താണെന്നുള്ളതും ഇതിനോട് രണ്ടിനോടുമാണ് റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ പ്രൊപ്പോർഷണൽ ആയിട്ടുണ്ടാവുക. അപ്പോൾ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി ആൻഡ് n into 1 minus theta. നമ്പർ ഓഫ് വേക്കൻറ്റ് സൈറ്റ്സ് ആണ് n into 1 minus theta പറയുന്നത്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സൈറ്റ്സ് ആണ്. തീറ്റ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അഡ്സോർപ്ഷൻ സൈറ്റ്സ് ഓക്യുപ്പൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്സോർപ്ഷൻ സൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ n into 1 minus theta കൊടുത്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻറ്റ് സൈറ്റ്സ് കിട്ടും. ദെൻ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും, റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഈക്വൽ ടു KA into PN into 1 minus theta എന്ന് കിട്ടും. ഇനി റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ എന്തിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ എന്ന് പറയുന്നത് ഒക്യുപ്പൈഡ് സൈറ്റിനെയും പിന്നെ എന്താണ് നമ്പർ ഓഫ് അഡ്സോർപ്ഷൻ നമ്മളെ സർഫസ് കവറേജിനെയും ആണ്. എന്ത് ഫ്രാക്ഷൻ ഓഫ് സർഫസ് സൈറ്റ്സ് ഒക്യുപ്പൈഡിനെയാണ് എന്ത് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക, റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ ഈസ് ഈക്വൽ ടു KD ഇൻറ്റു ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, അത് നമ്മൾ KD ഇൻറ്റു N ഇൻറ്റു തീറ്റ എന്നെടുക്കാം. ഇനി എന്താണ് അടുത്തത് നമുക്ക് പറയാം, റേറ്റ് ഓഫ് അഡ്സോർപ്ഷനും കിട്ടി, റേറ്റ് ഓഫ് ഡീസോർപ്ഷനും കിട്ടി. ഇനി അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡീസോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ഫർദർ ഡെറിവേഷൻ പറയുന്നത്.
റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസോർപ്ഷൻ ആണ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ കെ എ ഇൻറ്റു പി എ എൻ ഇൻറ്റു 1 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കെ ഡി ഇൻറ്റു എൻ തീറ്റ എന്ന് കിട്ടും. കെ പി എ ഇൻറ്റു 1 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറയുന്ന ഒരു പുതിയൊരു കോൺസ്റ്റന്റ്. കെ എന്ന് പറഞ്ഞാൽ കെ എ ബൈ കെ ഡി, രണ്ട് കോൺസ്റ്റന്റ്സ് ഡിവൈഡ് ചെയ്താൽ വേറൊരു കോൺസ്റ്റന്റ്. അപ്പം 1 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ കെ പി എ എന്ന് കിട്ടും. റീഅറേഞ്ച് ചെയ്താൽ, ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ ആ 1 മൈനസ് തീറ്റ ബൈ തീറ്റനെ നമുക്ക് 1 ബൈ തീറ്റ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ കെ പി എ. 1 ബൈ തീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ കെ പി എ പ്ലസ് 1. So 1 by theta is equal to 1 plus kPa divided by kPa എന്ന് വരും. That is theta എന്ന് പറയുന്നത് kPa divided by 1 plus kPa. ഇതാണ് ലാഗ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത്. ലാഗ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത് തീറ്റ is equal to kPa divided by 1 plus kPa. kP. ഇനി നമ്മൾ പ്രഷറിന്റെ ലിമിറ്റേഷൻസ് അപ്ലൈ ചെയ്യുക. അറ്റ് ലോവർ പ്രഷർ kp is so small that the factor 1 plus kp in the denominator can almost be ignored and Lagmier equation reduces to പ്രഷർ വളരെ കുറവാകുമ്പോൾ kp എന്ന് പറയുന്ന ടേം വളരെ ചെറുതായിരിക്കും ആസ് കമ്പയർഡ് ടു 1. അപ്പൊ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് kp by 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് തീറ്റ is equal to kp. ഇനി at higher pressure kp is so large that the factor 1 plus kb in the denominator is nearly equal to kp. പ്രഷർ വളരെ കൂടുതലാവുമ്പോൾ 1നെ കമ്പയർ ചെയ്യുമ്പോൾ kp എന്നുള്ള ഫാക്ടർ വളരെ വലുതായിരിക്കും. അപ്പം നമുക്ക് 1നെ വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. അപ്പം തീറ്റ is equal to kp by kp that is equal to 1 എന്ന് കിട്ടും. അതാണ് ഈ പ്ലോട്ട് കവറേജ് വേഴ്സസ് പ്രഷർ ഓർ കോൺസെൻട്രേഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഗ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേം ഇങ്ങനെയാണ് കിട്ടുക. ഡിഫറെന്റ് ടെമ്പറേച്ചറിലാണ് ഈ ഡിഫറെന്റ് പ്ലോട്ട്സ് കാണുന്നത്. ഇനി ലാഗ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ ഒരു ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് വാലിഡ് അറ്റ് ലോ പ്രഷർ ഓൺലി. ലോ പ്രഷറിൽ മാത്രമാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇനി ഗ്രാഫിലേക്കൊന്ന് നോക്കുക. ആ ഗ്രാഫിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രഷർ വളരെ കുറവാകുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു കെ പി അല്ലെ. കെ പി എന്ന് പറഞ്ഞാൽ ഇവിടെ വേരി ചെയ്യുന്ന ആള് പ്രഷറാണ്. അപ്പൊ ആ പ്രഷറിന്റെ എന്താണ് ഇതിന്റെ കൈനറ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ at low pressure നമുക്ക് theta is equal to kp എന്ന് കിട്ടി. The fraction of the surface covered is directly proportional to partial pressure of the gas molecule. This behavior corresponds to first order reaction and is depicted by the initial steep rise of the isotherm. അപ്പൊ നമുക്ക് theta is equal to kp എന്ന് പറഞ്ഞാൽ p യുടെ പവർ 1 ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈനറ്റിക്സിൽ റേറ്റ് ഇക്വേഷൻ പഠിച്ചെടുത്തുള്ളത് ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. p യുടെ പവർ 1 എന്ന് പറഞ്ഞാൽ ഓർഡർ റേറ്റ് ലോയിലുള്ള കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ 1 എന്ന് പറഞ്ഞാൽ ഓർഡർ എന്താണ് 1 ആണ്. അപ്പം ഈ ലോ പ്രഷറിലുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളെ ഗ്രാഫിന്റെ ആ സ്റ്റീപ്പ് ഇൻക്രീസിലാണ്. ഇനി ഹയർ പ്രഷറിൽ എന്താ പറഞ്ഞത്? തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തീറ്റ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മളെ സാച്ചുറേഷൻ പ്രഷർ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. എന്ന് പറഞ്ഞാൽ സീറോ ഓർഡർ ആണ് എന്നർത്ഥം. ഇനി നമ്മളെ at high pressure the value of theta tends to become unity. The entire surface gets covered by a monomolecular layer of the gas, thereby making the reaction rate independent of the pressure. Thus the reaction is of the zero order. Combining these two results, അപ്പം ഏറ്റവും താഴെയുള്ള സ്റ്റീപ്പിംഗ് പോയിന്റിൽ ഫസ്റ്റ് ഓർഡറും ആ ഏറ്റവും മേലുള്ള കോൺസ്റ്റന്റ് പൊസിഷനിൽ സീറോ ഓർഡർ ആണ്. ഇനി ഇൻ ബിറ്റ്വീൻ ആ ഗ്രാഫിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള സ്ഥലത്താണ് തീറ്റ ഇസ് ഈക്വൽ ടു കെ പി ബൈ 1 പ്ലസ് കെ പി എന്നുള്ള ഇക്വേഷൻ ഫോളോ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? താഴെ ഇൻക്രീസിങ് പോർഷനിൽ തീറ്റ ഇസ് ഈക്വൽ ടു കെ പി റേസ് ടു 1 അല്ലെ. ഏറ്റവും മുകളിലുള്ള പോർഷനിൽ കെ പി റേസ് ടു 0 അങ്ങനെ പറഞ്ഞൂടെ? കെ പി റേസ് ടു 0. അപ്പൊ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ളത് എന്താണ്? കെ പി റേസ് ടു എൻ ആണ്. അതില് താഴെയുള്ളത് 1 ആണ്, മേലുള്ളത് 0 ആണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 0 ആണ് ആ പി റേസ് ടു എന്നുള്ള കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഓക്കെ, പറയാനുള്ളത് BET തിയറിയാണ്. അപ്പം നമ്മൾ ലാഗ്മിയർ പറഞ്ഞു, ഫ്രണ്ട്ലിച്ച് പറഞ്ഞു ആദ്യം, പിന്നെ ലാഗ്മിയർ തിയറി പറഞ്ഞു, ദെൻ BET തിയറി. അപ്പം ലാഗ്മിയർ തിയറിയിൽ നമ്മൾ കുറച്ച് ഹൈപ്പോത്തസിസ്, കുറച്ച് അസംഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോയത്. അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് BET തിയറി വരുന്നത്. BET തിയറി സീക്സ് ടു എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഓൺ ടു സോളിഡ് സർഫസ്. അപ്പം ലാഗ്മിയർ തിയറിയിൽ നമ്മൾ കുറച്ച് അസംഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ BET തിയറിയും ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ സോളിഡ് സർഫസ് possess uniform localized size and that adsorption at one side does not affect adsorption at neighboring side, as was assumed in Lagmier theory. It was further assumed that molecules at neighboring sides molecules can be absorbed in second, third and nth layer. അതാണ് ഇവിടെയുള്ള വ്യത്യാസം. അപ്പോൾ ലാഗ്മിയർ തിയറിയിൽ നമ്മൾ മോണോലെയർ അഡ്സോർപ്ഷൻ മാത്രമേ അസ്യൂം ചെയ്തിട്ടുള്ളായിരുന്നു. ഒരു സൈറ്റിൽ ഒരു മോളിക്യൂള് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫർദർ അഡ്സോർപ്ഷൻ ഇല്ല. മോളിക്യൂളിൻ്റെ പുറത്ത് അടുത്തൊരു മോളിക്യൂൾ അഡ്സോർപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ മോണോലെയർ അഡ്സോർപ്ഷൻ. BET theory extends the Lagmier theory from monolayer adsorption to multi-layer adsorption. അപ്പം ഐഡിയൽ കണ്ടീഷനിലുള്ള കേസാണ് എവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്, BET തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഐഡിയൽ സോളിഡ് സർഫസ് ഫിഗർ കാണുന്നുണ്ടോ? ഐഡിയൽ സോളിഡ് സർഫസിൽ നിറയെ സൈറ്റുകളാണ്, അതിൽ യൂണിഫോം ആയിട്ട് ഒരേപോലെ എല്ലാത്തിലും ഓരോ ലെയർ മോളിക്യൂള് അഡ്സോർബ് ചെയ്തിട്ടുണ്ട്. അതേസമയം ആക്ച്വൽ കേസിൽ എന്താണ്, ആക്ച്വൽ സോളിഡ് സർഫസ് സ്മൂത്ത് അല്ല. അവിടെ ഒരു മോളിക്യൂള്, അതിൻ്റെ മേലെ അടുത്ത മോളിക്യൂള്, അതിൻ്റെ മേലെ അടുത്ത മോളിക്യൂളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഒരു മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ പോസിബിൾ ആണ് എന്നർത്ഥം. അപ്പം BET വി യൂസ് ദ BET. ഈ BET എന്നുള്ള പേര് അത് ഞാൻ പറയാൻ വിട്ടുപോയി. BET എന്ന് പറഞ്ഞാൽ ബ്രണർ, എമ്മറ്റ് ആൻഡ് ടെല്ലർ, 3 സയന്റിസ്റ്റുമാരുടെ പേരാണ്. അവരാണ് ഇത് തുടങ്ങി വെച്ചത് ഇൻ 1938. അതുകൊണ്ടാണ് അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ച് BET ഇക്വേഷൻ അല്ലെങ്കിൽ BET തിയറി ഫോർ മൾട്ടിലെയർ അഡ്സോർപ്ഷൻ, ആ പേര് BET വരാനുള്ള കാരണം അതാണ്. വി യൂസ് ദ BET ഇക്വേഷൻ ടു ഡിറ്റർമിൻ ദ മോണോലെയർ അഡ്സോർബ്ഡ് ഗ്യാസ് വോളിയം വി മോണോ എന്ന് പറഞ്ഞാൽ മോണോലെയർ അഡ്സോർബ് ചെയ്യാനെടുക്കുന്ന ഗ്യാസിൻ്റെ വോളിയാണ്. ഇനി BET ഇക്വേഷൻ എന്ന് പറയുന്നത് P/V total into P0 minus P is equal to 1/V mono into C plus C minus 1/V mono into C into P/P0. ഇതിൽ ഓരോന്നും V total എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ഗ്യാസ് അഡ്സോർബ്ഡ് അറ്റ് എ പ്രഷർ P. V mono എന്ന് പറയുന്നത് വോളിയം അഡ്സോർബ്ഡ് വെൻ ദ സർഫസ് ഓഫ് ദ സോളിഡ് ഈസ് കവേർഡ് കംപ്ലീറ്റ്ലി വിത്ത് മോണോലെയർ ഓഫ് ദ അഡ്സോർബ്ഡ് ഗ്യാസ് മോളിക്യൂൾ. C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദ ഗ്യാസ്. പിന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ E1 മൈനസ് EL/RT ആണ് തന്നിട്ടുണ്ട്. E1 എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻ ദ ഫസ്റ്റ് ലെയർ, EL എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് ലിക്വിഫാക്ഷൻ ആണ്. ഇത്രയും ടേംസ് ആണ് ഉള്ളത്. അപ്പം ഇതാണ് എന്ത് BET ഇക്വേഷൻ. നിങ്ങൾക്ക് BET ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ BET ഇക്വേഷൻ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് പറയണ്ട. പിന്നെ പറയുന്നത് BET ഇക്വേഷൻ ക്യാൻ ബി പ്ലോട്ടഡ് ടു ഡിറ്റർമിൻ മോണോലെയർ അഡ്സോർബ്ഡ് ഗ്യാസ് ക്വാണ്ടിറ്റി ആൻഡ് ദ ബെറ്റ് കോൺസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള ഇക്വേഷനിൽ നമ്മൾ ആ ഇക്വേഷനിലേക്ക് നോക്കുക. y is equal to mx plus c എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? P/V total into P0 minus P versus P/P0 നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക ഇക്വേഷനിൽ? P/P0 പ്ലോട്ട് ചെയ്യുമ്പോൾ അത് x ആക്സിസ്. അപ്പം അതിൻ്റെ തൊട്ട് മുന്നുള്ള C-1/V mono into C ആണ് എന്ത് വരിക? C-1/V mono into C ആണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ വരിക. ഇന്റർസെപ്റ്റ് വരിക 1/V mono into C യും വരും. അപ്പം ഇന്റർസെപ്റ്റിനും സ്ലോപ്പിനും ഇന്റർസെപ്റ്റ് 1/V mono into C, സ്ലോപ്പ് C-1/V mono into C.
അതിൽ നിന്ന് നമുക്ക് വി മോണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വി മോണോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വി മോണോയിൽ നിന്ന് നമുക്ക് സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ് ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റഡ്. അപ്പം മോണോലെയർ അഡ്സോർപ്ഷൻ നടത്താൻ വേണ്ട വോളിയാണ് വി മോണോ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ടോട്ടൽ വോളിയം എത്രയെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ സർഫസ് ഏരിയ എത്രയെന്നുള്ളത് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് BET ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ BET ഇക്വേഷൻ കണ്ടു. BET ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? വി മോണോയും സിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പ്ലോട്ട് അടിച്ചിട്ടെന്നും നമ്മൾ കണ്ടല്ലോ. അപ്പം ആ വി മോണോയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അപ്പം അതിനുള്ള ഇക്വേഷനാണ് ടോട്ടൽ സർഫസ് ഏരിയ ST = വി മോണോ ഇൻറ്റു N ഇൻറ്റു S ഡിവൈഡഡ് ബൈ വി. വി മോണോ എന്ന് പറഞ്ഞാൽ മോണോലെയർ അഡ്സോർബ്ഡ് ഗ്യാസ് വോളിയം, N എന്ന് പറയുന്നത് അവഗാഡ്രോസ് നമ്പർ, S എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് അഡ്സോർബ്ഡ് ഗ്യാസ് മോളിക്യൂൾ ഡിവൈഡഡ് ബൈ വി എന്ന് പറയുന്നത് വി മോളാർ വോളിയം ഓഫ് അഡ്സോർബ്ഡ് ഗ്യാസ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. At 0 degrees Celsius and 1 atmospheric pressure, the volume of nitrogen gas required to cover a sample of silica gel, assuming Lagrange monolayer adsorption, is found to be 130 cm³ per gram of the gel. Calculate the surface area per gram of silica gel, given that the area occupied by a nitrogen molecule is 0.162 nanometer square. അപ്പോൾ നമുക്ക് മോണോലെയർ വോളിയം തന്നിട്ടുണ്ട്. മോണോലെയർ വോളിയം 130 cm³ per gram ആണ്. cm³ dm³ മാറ്റാൻ ഇൻറ്റു 10⁻³ കൊടുക്കുക. അപ്പം 0.130 dm³ per gram ആണ് എന്ത് കിട്ടിയത്? മോണോലെയർ വോളിയം. ഇനി വി എന്ന് പറയുന്ന VM എന്ന് പറയുന്ന മോളാർ വോളിയം 22.144 dm³ per mol ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് കിട്ടേണ്ടത് ആദ്യം ഈ മോണോലെയർ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത് ടോട്ടൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് എന്നാണ് കിട്ടുന്നത്. അപ്പം മോണോലെയറിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇൻറ്റു അവഗാഡ്രോസ് നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അതാണ് ചെയ്തിട്ടുള്ളത്. 0.130 ഡിവൈഡഡ് ബൈ 22.414 ഇൻറ്റു 6.023 ഇൻറ്റു 10⁻23 കൊടുത്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ വി മോണോ 3.49 ഇൻറ്റു 10⁻22 പെർ ഗ്രാം ആണെന്ന് കിട്ടി. ഇനി ഒരു മോളിക്യൂളിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 0.162 നാനോമീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 0.162 ഇൻറ്റു 10⁻18 മീറ്റർ സ്ക്വയർ. അപ്പം ഏരിയ കവേർഡ് ബൈ 1 മോളിക്യൂൾ ആണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ വി മോണോ കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു ടോട്ടൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെയ്താൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. 0.162 ഇൻറ്റു 10⁻18 ഇൻറ്റു 3.49 ഇൻറ്റു 10⁻22. ദാറ്റ് ഈസ് 565.8 മീറ്റർ സ്ക്വയർ പെർ ഗ്രാം ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ് എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പറയാനുള്ളത് അഡ്സോർപ്ഷൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. മുഴുവനൊന്നും നമുക്ക് പറയൽ നടക്കില്ല. നിങ്ങൾ ബുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി വരും. എന്നാലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. If a partially evacuated vessel is connected to a container of activated charcoal cooled with liquid air, the charcoal absorbs all the gas molecules in the vessel. This results in a very good vacuum. അപ്പോൾ നല്ല വാക്വം ക്രിയേറ്റ് ചെയ്യാൻ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാസ് മാസ്ക്. ഗ്യാസ് മാസ്ക് ആർ ഡിവൈസസ് കണ്ടെയ്ൻ ആൻ അഡ്സോർബൻറ്റ്. ആക്ടിവേറ്റഡ് ചാർക്കോൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓർ എ സീരീസ് ഓഫ് അഡ്സോർബൻസ്. These adsorbents remove poisonous gases by adsorption and purify the air for breathing. അപ്പം പോയിസണസ് നല്ല എയർ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഗ്യാസ് മാസ്ക്, എന്തെങ്കിലും പോയിസണസ് ഗ്യാസുകളൊക്കെ വരാൻ സാധ്യതയുള്ളിടത്തൊക്കെയാണല്ലോ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഒന്നുകിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ അല്ലെങ്കിൽ സീരീസ് ഓഫ് അഡ്സോർബൻ്റ് ആണ്. അപ്പോൾ ഈ പോയിസണസ് ഗ്യാസിനെ അഡ്സോർബ് ചെയ്തിട്ട് നല്ല ഫ്രഷ് എയറിനെ മാത്രം നമുക്ക് ശ്വസിക്കാൻ വേണ്ടി തരും. അതാണ് ഗ്യാസ് മാസ്കിൽ അഡ്സോർബൻറ്റിൻ്റെ യൂസ്. നെക്സ്റ്റ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹെട്രോജീനിയസ് കറ്റാലിസിസ് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു. ഹെട്രോജീനിയസ് കറ്റാലിസിസിൽ നമ്മൾ കാറ്റലിസ്റ്റ് പൗഡേർഡ് ഫോമിൽ യൂസ് ചെയ്യുന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ അഡ്സോർപ്ഷനാണ് അതിൽ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ.
പിന്നെ റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ ഫ്രം സൊല്യൂഷൻ. Animal charcoal remove colors of solution by absorbing colored impurities, thus in the manufacture of cane sugar. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കെയിൻ ഷുഗർ ഫാക്ടറിയിൽ അതിൻ്റെ കളറ്, കെയിൻ ഷുഗർ പ്രൊഡക്ഷനിൽ അതിൻ്റെ കളേർഡ് സൊല്യൂഷനെ നമ്മൾ കളർലെസ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് ചാർക്കോളാണ് യൂസ് ചെയ്യുന്നത്. അവിടെ അത് ബൈ ദ യൂസ് ഓഫ് അഡ്സോർപ്ഷൻ. നെക്സ്റ്റ് പറയുന്നത് ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ്. മിക്സ്ചർ ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ക്യാൻ ബി സെപ്പറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രോമറ്റോഗ്രഫി വിച്ച് ഇൻവോൾവ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ. ഇത്രയാണ് നമുക്കിവിടെ പറയാനുള്ളത്. തൽക്കാലം നമുക്ക് അഡ്സോർപ്ഷൻ എന്നുള്ള ടോപ്പിക് ഇവിടെ നിർത്താം. ഇനി നമുക്ക് പറയാനുണ്ട്, കറ്റാലിസിസ് ഒക്കെ പറയാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് പറയാം. താങ്ക് യു.